മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ആറാട്ടനാണ്, അഥവാ സന്തോഷ് വർക്കി. വെൽക്കം ടു 3 വർഷം ആവുകയാണെന്ന്. ഇന്ന് ആറാട്ടം ഇറങ്ങിയിട്ട് 3 ആറാട്ടിക്കുകയാണ്. അതിന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. കഴിഞ്ഞ ഇന്റർവ്യൂ ബസ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരികയാണ്. അതെ, അപ്പോൾ 3 വർഷമായി ആറാട്ടം ഇറങ്ങിയിട്ട്. ഈ ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കൂടുതലും നല്ലത് കുറവാണ്. നല്ലതും നടന്നിട്ടുണ്ടല്ലോ. എന്തായാലും കൂടുതൽ വിഷമിക്കുകയും ചെയ്ത നല്ലത് നടന്നിട്ടുണ്ട്. അതായത് നല്ല കുറവ്. ചില ആൾക്കാർ നമ്മളെ മലപ്പുറം കോഴിക്കോട് അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്ന് സ്നേഹത്തെ സംസാരിക്കുമ്പോൾ ഒരു 70% ദുഃഖം തന്നെയാണ്. അതായത് ഇപ്പൊ വൈറലായത് ദുഃഖമാണ് കൂടുതലും. ഞാൻ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, അറിയാതായിരുന്നല്ലേ. എപ്പോഴും നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എപ്പോഴും തോന്നില്ല വൈറലാവണ്ടായിരുന്നു. പലപ്പോഴും ആലോചിച്ചു, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണ്ട മതിയായി. കാരണം സൈബർ അറ്റാക്കിൽ ഡെയിലി സൈബർ അറ്റാക്കാണ്. പക്ഷേ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പണ്ട് പൃഥ്വിരാജ് അനുഭവിച്ചാണ്, പാർവതി രോഹിത് അനുഭവിച്ചാണ്. പക്ഷെ അവരെല്ലാം സത്യം പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ പൃഥ്വിരാജ് പോയി സത്യം പറയുന്നില്ല, പുള്ളിയുടെ സത്യം ഇപ്പം നിന്നു. പണ്ട് മമ്മൂട്ടി മോഹൻലാലിന്റെ കുറ്റം പണ്ടി ഇപ്പൊ അവരുടെ പുറകെ നടക്കുക. പാർവതി രോഹിത് സത്യം പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കിയ ആൾക്കാരാണ്. പക്ഷെ അവരും കാസ്റ്റിംഗ് കൗച്ച് ആരാണ് അവരെ അപ്രോച്ച് ചെയ്ത് പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റോട് ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ ജീവിക്കാം. തിലകനെ ഒതുക്കിയില്ലേ. അതെ അതെ അതെ. ഇപ്പൊ വൈറലാവാൻ താല്പര്യം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ പെരേരെ പോലെ നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ വൈറലായ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പലതവണയും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം പ്ലാൻ അല്ല. ഞാൻ ഡൗൺ ആകുമ്പോൾ എന്തെങ്കിലും സംഭവം ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ആദ്യം ഡൗൺ ആയ സമയത്ത് നിത്യമിനിച്ച് വന്നു. ഈ ഡൗൺ അടിക്കുമ്പോൾ ഞാൻ വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അല്ലാണ്ട് ഞാൻ അല്ല മീഡിയക്കാരൻ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സംഭവം നടക്കും. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല. അല്ല എന്നാലും ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോവാതിരിക്കാൻ വേണ്ടിട്ട് പല രീതിയിൽ ഓരോന്ന് ചെയ്യാറുണ്ട്. നിത്യമേന ഐ സി വരുന്ന മുമ്പ് ഞാൻ എന്ത് ഡൗൺ ആയിട്ട് ഇരിക്കുകയെന്ന് അറിയാം. ഓൾമോസ്റ്റ് വീൽഡ് ഔട്ട് ആയിരുന്നു. അപ്പോഴാണ് ഐ സി വന്നത്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. അല്ല ഡാൻസ് കളിച്ചിടാറുണ്ടല്ലോ. ഡാൻസ് ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്തതാണ്. അത് വൈറലാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഓടും. കമന്റ്സ് വായിച്ച് മതിയായി. ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, കമന്റ്സ് വായിച്ചപ്പോഴാണ് എന്റെ മെന്റൽ ഇൽനെസ്. കമന്റ്സ് വായിച്ച ഭയങ്കര ചെയ്താലും കമന്റ്സ് വായിക്കില്ല. ഞാൻ കമന്റ്സ് വായിക്കും. എനിക്ക് ഇന്ററാക്ഷൻ നമ്മൾ കാര്യം പറയുമ്പോൾ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കമന്റ്സ് വായിച്ചാൽ തെരുവിളിയല്ല കുഴപ്പം, കുത്തി വർത്താനമാണ്. കുത്തി കുറേ നോക്കിപ്പിക്കും. കമന്റ്സ് വായിക്കുന്ന എന്നാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഒരു ക്യൂരിയോസിറ്റിയിൽ നോക്കുന്നതാണ്. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ആറാട്ടം ഇറങ്ങിയിട്ട് ഇന്നിപ്പോ 3 വർഷം അല്ലേ? 3 വർഷമാകുന്നു. അപ്പൊ ഇതിന് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം ആറാട്ടം ഇറങ്ങിയതിനു ശേഷം ലാലേട്ടനോ ബി ഉണ്ണികൃഷ്ണനോ കണ്ടിട്ടുണ്ട്. ദേപ്പുട്ട് വെച്ചുള്ള കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ അവസാനമായിട്ട് കണ്ടത് ഇത് എന്താണ് പേര്, ഇത് ഗ്രാൻഡ് മാസ്റ്റർ ലൊക്കേഷൻ വെച്ചാണ്. പിന്നെ കണ്ടിട്ടില്ല. ഞാൻ 4 ചേട്ടൻ നേരിട്ട് കണ്ട് സംസാരിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കുറിച്ച് ബുക്ക് എഴുതിയതാണ്. പുള്ളിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. സന്തോഷ് വർക്കി എന്നുള്ള വ്യക്തിനെ അറിയാമായിരുന്നോ? എന്നെ അറിയാമുണ്ട്. പുള്ളി മറന്നുപോയിട്ട് ഒരുപാട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറലായ ശേഷം പുള്ളിയുടെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആമസോണിൽ ഞാൻ പബ്ലിഷ് ചെയ്ത ബുക്കിൻ്റെ താഴെ പുള്ളി എഴുതിയിട്ടുണ്ട്, സന്തോഷ് ഐ വാണ്ട് ടു സീ യു എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന മോഹൻലാൽ ഒരിക്കലും റിജക്ട് ചെയ്ത ആളാണ്. മോഹൻലാൽ വെച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് വളരെ സെൻസിറ്റീവാന്ന് തോന്നുന്നു. പുള്ളി ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ പിന്നെ ഒരു മനസ്സിൽ പോകും. ആ സ്വഭാവമുണ്ട്. അത് പുള്ളി സെൻസിറ്റീവ്. ഞാനായിട്ട് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എനിക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. ഞാൻ ആ കാര്യം മമ്മൂട്ടി പോലെയാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വേദന വെച്ചാൽ അപ്പൊ ഞാൻ വെറുതെ മൂഡൗട്ട് ആവാറില്ല. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൂഡൗട്ട് ആവും. ഞാൻ മമ്മൂട്ടി പോലെ ആ സമയത്ത് ഞാൻ ദേഷ്യപ്പെടും. കുറച്ച് കഴിയുമ്പോൾ മറന്നു പറയും. ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറുണ്ട്. എന്നെ അബ്യൂസ് ചെയ്ത പയ്യനെ പോലും, എന്നെ 12 വയസ്സിൽ അബ്യൂസ് ചെയ്ത പയ്യനോട് ഞാൻ ക്ഷമിച്ചാണ്. 12 വയസ്സിൽ ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട്. ഒരു പയ്യൻ എന്നെ അബ്യൂസ് ചെയ്താണ്. അവനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഞാൻ 2 തെറി വിളിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ അവൻ എന്നെ വന്ന് പറഞ്ഞു, സോറി ഞാൻ ശരിയല്ല, ഇപ്പം ഞാൻ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കുകയും ചെയ്താൽ. എന്നോട് ഒരാൾ അപ്പോളജൈസ്, ഞാൻ 12 വയസ്സിൽ അബ്യൂസ്ഡ് ആയതാണ്. അന്ന് ഞാൻ പലരും പറഞ്ഞു ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനായി. ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റ് നടന്ന പാർട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് കളി കാണാൻ വേണ്ടി ഒരു കേബിൾ ടിവിയിൽ പോയതാണ്. എനിക്കത് ഇതൊന്നും അറിയില്ല. അവൻ എന്നെ വേറില്ല. ഈ ഓപ്പോസിറ്റിലെ ആളായി. അത് കുറെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പാർവതി രൂപത്തിന്റെ സംഭവം, പാർവതി രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ കണ്ടത്. അവര് ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് നടന്നുണ്ട് ആരോ. അതാണ്. പക്ഷെ ഞാൻ അത് റിക്കവറായി. എൻ്റെ പ്രശ്നമാണെന്നല്ല. എന്നോട് ഒരാൾ സോറി പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. ഞാൻ മനസ്സിൽ വെച്ച് നടക്കാറില്ല.
പക്ഷെ ലാലേട്ടൻ്റെ കുഴപ്പം പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാ സിനിമ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേദനിപ്പിച്ചാൽ മമ്മൂട്ടിയാണെങ്കിൽ ആ സമയത്ത് ചൂടാവും. ചിലപ്പോൾ 2 മിനിറ്റ് പുള്ളി മറന്നു. ഇങ്ങനെ മനസ്സിൽ വെച്ചോണം. അത് എനിക്ക് അനുഭവമുണ്ട്.